മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോൺഗ്രസ് വടി കൊടുത്ത് അടി വാങ്ങുന്നത് നിങ്ങൾ കേട്ടോ? െതിരെയുള്ള തെറ്റുകൾ, അഴിമതി, അവരുടെ പിൻവാതിൽ നിയമനങ്ങൾ, അവരുടെ പദ്ധതികളെ ഇല്ലാതാക്കിയത്, അവരുടെ ഒരു മെല്ലെപ്പോക്ക്, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിയമപരമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിശ്വാസ പ്രമേയം. ആ അവിശ്വാസ പ്രമേയത്തിനാണ് UDF മുൻകൈ എടുക്കുന്നത്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് LDF തോന്നുകയാണെങ്കിൽ ആ ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതാണ് അവിശ്വാസ പ്രമേയ ചർച്ച. പിന്നെ അത് ഭരണം നിലനിർത്തണോ വേണ്ട എന്നുള്ളത് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ആരുടെയും വിഴുപ്പ് അലക്കാനോ മറ്റ് വിഴുപ്പ് ഭാണ്ഡം തൂക്കാനോ ഉള്ള താല്പര്യം UDF-നില്ല. പക്ഷേ അവിശ്വാസ പ്രമേയം ഭരണഘടനാ പ്രമേയമായിട്ടുള്ള ഒരു അധികാരമാണ്. അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി മറ്റു പാർട്ടികളൊക്കെ തീരുമാനിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഭയങ്കരമായിട്ട് അവകാശത്തെ കുറിച്ചൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോ വിളിച്ചു പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തന്നെ അത് അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ഇപ്പോ നേതൃത്വം കൊടുക്കുന്നത്. ഏറെക്കുറെ LDF-ഉം ഈ കോൺഗ്രസിന്റെ ഒപ്പം പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതും മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഈ നീക്കം കണ്ടിട്ട് എനിക്കൊക്കെ പൊട്ടിച്ചിരിക്കാനാ തോന്നുന്നത്. കേരളത്തിലെ വിവേകമുള്ള ഓരോ മലയാളിയും കോൺഗ്രസിന്റെ ഈ മണ്ടത്തരം കണ്ടിട്ട് പൊട്ടിച്ചിരിക്കും എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തി അതിലൊരു ഒപ്പ് വെക്കണമെങ്കിൽ പോലും, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടൊരു നീക്കം നടത്തണമെങ്കിൽ തന്നെ 36 കോർപ്പറേഷൻ കൗൺസിലർമാരുടെ എണ്ണം തികയണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കോൺഗ്രസിനുള്ളത്, UDF-നുള്ളത് 20-ഉം LDF-നുള്ളത് 29-ഉം സ്വതന്ത്രരായിട്ടുള്ളത് 2-ഉമാണ്. BJP-ക്ക് 50-ഉം. ഈ എണ്ണത്തിൽ നിന്നാണ് LDF-നെയും കൂട്ടിയിട്ട് ശബരിനാഥൻ കോൺഗ്രസ് വിളിച്ചു പറയുന്നത് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുകയാണ് എന്ന്. ഇത് കാണുമ്പോ വിവേകമുള്ളവർ പൊട്ടിച്ചിരിക്കില്ലേ? കാരണം എന്താ? BJP-യുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചാണക്യൻ എന്ന് രാജ്യത്തറിയപ്പെടുന്ന ഒരു ആഭ്യന്തരമന്ത്രി BJP-ക്കില്ലേ? ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ കണ്ടിട്ട് തന്നെയാണോ ഇതുപോലൊരു വെല്ലുവിളിക്കൊക്കെ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത്? ശബരിനാഥിനോട് മാന്യം മര്യാദക്ക് പറയാനുള്ളത്, വിവേകമുള്ള മലയാളികൾക്ക് പറയാനുള്ളത്, വേണ്ടാത്ത പണിക്ക് തുനിഞ്ഞിറങ്ങണ്ട. നേരം വെളുക്കുമ്പോ നിങ്ങൾക്കൊപ്പമുള്ള കോർപ്പറേഷൻ കൗൺസിലർമാർ തികച്ച് നിങ്ങൾക്കൊപ്പമുണ്ടോ എന്നുള്ളത് 1000 വട്ടം ചിന്തിച്ചിട്ട് ഈ ജാതി പണിക്കൊക്കെ കോൺഗ്രസിന് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എവിടെ UDF-ഉം LDF-ഉം ഒക്കെ ഒരുമിച്ച് നിന്ന് കുതന്ത്രപരമായിട്ട് BJP-യൊക്കെ ഇങ്ങ് അട്ടിമറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിടിക്കാൻ ഒരു ശ്രമം നടന്നാൽ അത് കോൺഗ്രസിന്റെയും LDF-ന്റെയും അവസാനം കാണുന്നതിന് സമമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇമാതിരി പണിയൊക്കെ എടുത്തിട്ട് BJP-യോട് മുട്ടി നിൽക്കാൻ മാത്രം കോൺഗ്രസിന് ത്രാണിയുണ്ടോ? LDF-നേതാരില്ല. കേരളത്തിലെ ഒരു ഭരണം കണ്ടിട്ടാണോ ശബരിനാഥൊക്കെ ഇമാതിരി ഒരു ഡയലോഗൊക്കെ അടിച്ചിട്ട് ഞങ്ങളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങുന്നത്? ജനവിധിയെ അട്ടിമറിക്കാൻ രംഗത്തിറങ്ങുന്നത്? അപ്പോ നിയമപരമായിട്ടുള്ള അവകാശങ്ങളുമായിട്ട് BJP ഒരു ഭാഗത്ത് നിന്നങ്ങ് ഇറങ്ങും. താങ്ങാനുള്ള ത്രാണി ശബരിനാഥനും കൂട്ടർക്കുണ്ടാവും. BJP എന്താണ് കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന് മേയർ പറയുന്നത് നിങ്ങളൊന്ന് വിട്ടു. 5 വർഷത്തേക്ക് ഏറ്റവും സേഫായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുശേഷവും 2047 വരെ, 2047 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ലക്ഷ്യം, കേന്ദ്ര ഗവൺമെന്റ് മുന്നിലുള്ള ലക്ഷ്യം, അതുവരെ ഏറ്റവും സേഫായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറുമ്പോൾ അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തിരുവനന്തപുരം, അതിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചു. ശക്തമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ കേട്ടില്ലേ? കോർപ്പറേഷൻ മേയർ VV രാജേഷ് BJP 2047 വരെ കോർപ്പറേഷന് BJP ആണ് ഭരിക്കുക എന്നുള്ളതോ അത് ഭരിക്കാനുള്ള എല്ലാ രീതിയിലുള്ളതും തെളിഞ്ഞു വന്നിരിക്കുന്നു. ജനങ്ങള് BJP-ക്കൊപ്പമാണ്, മേയർക്കൊപ്പമാണ് എന്നുള്ളതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യ. മേയറും കൂട്ടരും BJP 2047 വരെ
തലസ്ഥാന നഗരി ഇനി BJP ആണ് ഭരിക്കുക എന്നും പറഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പയാ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടെ അവിശ്വാസ പ്രമേയമൊക്കെ അവതരിപ്പിച്ച് BJP അങ്ങ് മൂക്കിൽ കയറ്റുമെന്നൊക്കെ ശബരിനാഥ് മൊണ്ണത്തരം പറഞ്ഞ് രംഗത്ത് വരുന്നത് വളരെ വളരെ നാഷണൽ പൊളിറ്റിക്സും മറ്റു സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്സും ഒക്കെ കാണുന്ന ഏതൊരു മലയാളിക്കും ലളിതമാക്കി ചിന്തിച്ചാൽ മാത്രം മതി. നിങ്ങളൊരു അട്ടിമറിക്ക് തുനിഞ്ഞിറങ്ങിയാൽ തിരിച്ചു കിട്ടുന്നതിന്റെ അട്ടിമറി എവിടെ വെച്ച് അവസാനിക്കുമെന്ന് BJP തീരുമാനിക്കുമെന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചാണക്യരങ്ങ് പ്രഖ്യാപിക്കൂ. അതിനൊക്കെ സാധിക്കുമെങ്കിൽ, അദ്ദേഹത്തോടൊക്കെ മുട്ടി നിന്ന് മുന്നോട്ട് പോവാൻ സാധിക്കുമെങ്കിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, രാഹുൽ ഗാന്ധിയെ കൊണ്ടൊരു ചുക്കുഞ്ഞുണ്ടാമ്പൻ ചെയ്യാൻ സാധിക്കൂല. രാഹുൽ ഗാന്ധിയെ കൊണ്ടൊരു ചുക്കുഞ്ഞുണ്ടാമ്പൻ സാധിക്കൂല എന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണ് അമിത്ഷാ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും കണ്ട വഴി ഓടുന്നത്. അപ്പൊ ഒരു ശബരിനാഥാണോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ആണോ ഈ ഭരണമൊക്കെ അങ്ങ് അട്ടിമറിച്ചിട്ട് BJP അങ്ങ് ഇറക്കുമെന്നൊക്കെ പറയുന്നത്? ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ ജനത, കേരളത്തിലെ ഓരോ മലയാളിയും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. CPM-ന്റെ കൊള്ളകളാണ് നിരന്തരം VV രാജേഷ് പുറത്ത് വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ബിൽഡിങ്ങുകൾ വിയഞ്ഞത്ത്, അതായത് ഓരോ ഭാഗത്തുള്ള ഫ്ലാറ്റുകളിലെ കൊള്ള, അതേപോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൊള്ള നടത്തിയത്, കാർ പാർക്കിങ്ങിലെ കൊള്ള, അങ്ങനെ ഓരോ കൊള്ളകളും, അതായത് ഇലക്ട്രിക് ബസ് വാങ്ങിയത് ഉൾപ്പെടെയുള്ള ഓരോ കൊള്ളകളും വലിച്ചിട്ട് എണ്ണി 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 ഇടതുപക്ഷത്തിന്റെ കൊള്ളയെ വലിച്ചു കയറുമ്പോ ശബരിനാഥാണ് രംഗത്ത് വരുന്നത്, കോൺഗ്രസ് ആണ് രംഗത്ത് വരുന്നത്. CPM അത്ര കൊള്ളയൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ BJP ആണ് തോൽപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയാ. ഇടതുപക്ഷത്തിന്റെ കൊള്ളയെ മറച്ചു പിടിക്കാൻ രംഗത്ത് വരുന്നത് കോൺഗ്രസ് ആണ്. അവരിനി ഒരുമിക്കുമെന്നൊക്കെയാ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ചിട്ട് കോർപ്പറേഷൻ ഭരണം അട്ടിമറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുമ്പോൾ CPM-ന്റെ സകല കൊള്ളത്തരവും ഞങ്ങൾ അങ്ങ് മായച്ചു തരാം, നമുക്ക് ടീമാവാം. ഡീല് നടക്കുന്നു കോൺഗ്രസും ഈ പറയുന്ന LDF-ഉം തമ്മിൽ. എന്നിട്ട് BJP-യെ പരാജയപ്പെടുത്താനോ അട്ടിമറിക്കാനൊക്കെയാണ് തുനിഞ്ഞിറങ്ങുന്നത്. ഇതിലൂടെ സകല ആളുകളും തിരിച്ചറിയാ, ഇടതുപക്ഷവും കോൺഗ്രസും ഒരൊറ്റ സംവിധാനമാണ്, അവർ ഒരു മുന്നണിയാണ്. അവർ കീരിയും പാമ്പും കേരളത്തിൽ കളിക്കുന്നത് കേരള ജനതയെ വഞ്ചിക്കുകയാണെന്ന് സകല മലയാളികളും തിരിച്ചറിയാ. സകല തിരുവനന്തപുരത്തെ ജനതയും തിരിച്ചറിയേണ്ടതാണ്. UDF ഇപ്പോ LDF-നെ സഹായിക്കാൻ, LDF പൊതുപണം കട്ടുപൊടിച്ചതിന്റെ കണക്ക് VV രാജേഷ് എണ്ണി എണ്ണി പറഞ്ഞത് മുതലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക. പിന്നെ ശബരിനാഥിനോട് പറയാനുള്ളത്, നിങ്ങൾ മുട്ടാൻ പോകുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷായോടാണ് എന്നുള്ളതൊക്കെ 1000 തവണ ചിന്തിച്ചിട്ട് മതി BJP-യുടെ ഭരണത്തെ കട്ടിമറിക്കാൻ രംഗത്ത് വരുന്നത്. നേരം വെളുക്കുമ്പോ ശബരിനാഥിനൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർമാർ ശബരിനാഥിനൊപ്പം ഉണ്ടോ എന്ന് എണ്ണേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിന് വരാതിരിക്കട്ടെ.